അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ 2 ആഴ്ച മുമ്പൊരു വീഡിയോ കണ്ടായിരുന്നു ഒരു ചാനലിൽ. വളരെ വിഷമം തോന്നി. അതായത് കൊല്ലത്ത് അടൂരെന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം. ഒരു സ്ത്രീയെ 85 വയസ്സുള്ള സ്ത്രീയെ 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉണ്ട്. അവർക്ക് മക്കളെല്ലാവരും കൂടിയിട്ട് ഒത്തിട്ട് അവരുടെ തറവാട് വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു. തറവാട് വീടിൻ്റെ അകത്ത് വിട്ടിട്ടുണ്ട്, ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേ പോകുമ്പോൾ ആൾക്കാർക്കൊന്നും കഥ അറിയില്ല. അപ്പോൾ അത് കഥ വെളിച്ചത്താകാൻ കാരണം ഒരു ഭാര്യയും ഭർത്താവും അതിലൂടെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു സംശയം തോന്നുന്ന രൂപത്തിലൊരു പുരുഷനും സ്ത്രീ അവിടെ നിൽക്കുന്നു. അവരോട് ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും ഉടക്കായി. അപ്പോൾ കാണാം ഒരു മുമ്പിലൊരു പ്ലാസ്റ്റിക്, ഇവരുടെ വലിയൊരു ഗേറ്റാണ്, 2 പാടുള്ള ഗേറ്റാണ്. ആ ഗേറ്റിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് കിടപ്പുണ്ട്. അതിനെ ചൊല്ലിയാണ് വർത്താനം ഉണ്ടായത്. അപ്പോൾ വഴക്കായി കഴിഞ്ഞപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് ഇതിനകത്തുനിന്ന് സ്ത്രീ ഇറങ്ങി വന്നു, ഈ 85 വയസ്സുള്ള സ്ത്രീ. അപ്പോൾ അവർ അവിടെ കൂടി വന്ന ആൾക്കാരോട് പറഞ്ഞു സ്വല്പം ഭക്ഷണം തരുമെന്ന്, വിശക്കണം നിന്ന്. അപ്പോൾ അങ്ങനെ ഇവരായിട്ട് വഴക്കായപ്പോഴാണ് സംഗതി കഥ പുറത്തായത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ 4 ഈ 5 ആൺകുട്ടികളിൽ 2 പേര് അമേരിക്കയിലാണ് എന്ന് പറയുന്നു. ബാക്കി 4 പേരുണ്ട് പെൺകുട്ടികൾ. ഇവരും ഇതുപോലെ പ്രസവിച്ചിട്ടുള്ളവരല്ലേ. എന്ത് മനസ്സാണ് അവർക്ക്. അപ്പോൾ ഇന്നത്തെ ആ കാലത്തിൻ്റെ പോക്കേ. എന്നിട്ട് ആളുകളൊക്കെ കൂടി അവരെ നോക്കി, അവരപ്പോൾ ആളുകളകത്ത് കയറി നോക്കിയപ്പോൾ ടാപ്പ് ഉണ്ട് അവിടെ, വെള്ളം വരുന്നത് ആഴ്ചയിലൊരിക്കൽ വെള്ളം വരുള്ളൂ. അപ്പോൾ ഇതിൽ പോകുന്ന ആൾക്കാർ കാണാറുണ്ട്, ഇതിനകത്ത് 1 മണിക്കൂറൊക്കെ ലൈറ്റ് കത്തി കിടക്കണം അവിടെ, പിന്നെ കാണാറില്ല. അപ്പോൾ ഇവർ 1 മണിക്കൂർ ലൈറ്റ് കത്തിച്ചിട്ട് പിന്നെ ഓഫാക്കിയിട്ടില്ലാണ്. കാരണം ഇവർക്ക് ആരും ഇല്ലല്ലോ, ആരും നോക്കാനുമില്ല. ഭക്ഷണമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഉണ്ടാവും എന്ന് പറയണം. ഈ ഗേറ്റിൽ തൂക്കിയിട്ടുണ്ടാവും കിറ്റ്. അത് ചില സമയത്ത് അവർക്ക് എടുക്കാനും പറ്റില്ല. അത് പൊക്കം കൂടാതെ ഇങ്ങനെ സ്റ്റോപ്പായിട്ട് വരുന്നതാണ്. ചിലപ്പോൾ കൊണ്ടുവന്നിടുന്ന മുകളിലാണെങ്കിൽ ഇവർക്ക് എടുക്കാനും പറ്റില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പട്ടിണിയാണ് അവർ. അങ്ങനെ ആളുകളൊക്കെ ഒത്തുകൂടി പിന്നെ അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇവരുടെ 2 മക്കൾ, ആൺകുട്ടികളുടെ 2 മക്കൾ അമേരിക്കയിലുണ്ട്. മൊത്തം 9 മക്കളുണ്ട്. ഒരാൾക്ക് പോലും അവരോട് ദയവില്ലാത്ത അവസ്ഥയിലായി എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെത്ര ദുഷ്ടതയാണെങ്കിലും മാതാവല്ലേ, അവരെ ഇതുവരെയൊക്കെ നൊന്ത് പ്രസവിച്ചതല്ലേ. ഇപ്പം ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ മുസ്ലിമാണ്, ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളിലും പ്രായമായവരെയും നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ എന്തെങ്കിലും നമുക്ക് പറ്റാത്തത് പറഞ്ഞാൽ പോലെ തന്നെ നമ്മൾ ദേഷ്യപ്പെടരുത്. അവരോട് ചേ എന്നുപോലും ഒരു ഭാഷ അതുപോലും പറയരുതെന്നാണ് പറയണം. അത്രയും ഇതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇന്ന് കുട്ടികളൊന്നും അത് പഠിക്കാനുള്ള നേരമൊന്നുമില്ല. കുട്ടികളൊക്കെ ഇപ്പോൾ മുസ്ലിംസിൻ്റെ ആണെങ്കിലും മദ്രസയിൽ നിന്ന് പോകാൻ നേരമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും യൂറോപ്പിലേക്കാണ് പോകുന്നത്. യൂറോപ്പിലാണെങ്കിൽ 18 ദിവസം കഴിഞ്ഞാൽ പിന്നെ മക്കളെ നോക്കേണ്ട ആവശ്യമില്ല. മക്കളും മാതാപിതാക്കളുമായിട്ട് യാതൊരു ബന്ധമില്ല. അവർക്ക് ഇഷ്ടമുള്ള വഴിക്ക് അവർക്ക് നീങ്ങാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു കൾച്ചറൊക്കെ ഇപ്പോൾ മാറിപ്പോയി. ഇപ്പോൾ ഒട്ടുമിക്കവരും കുട്ടികളൊക്കെ പുതിയ തലമുറയെല്ലാം യൂറോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചില കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പെൺകുട്ടികൾ നമ്മൾ കെട്ടിച്ചു വിടും, കുഴപ്പമില്ല. അത് ആൺകുട്ടികളുടെ അത് പോയി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ ചിലപ്പോൾ അവർ വന്നില്ലെങ്കിൽ വേണ്ട. സമയത്ത് നമുക്ക് ആൺകുട്ടികളുണ്ടാവും, അവരിൽ നമ്മൾ പ്രതീക്ഷയുണ്ടാവും. പക്ഷേ അവരിൽ വരുന്ന പെൺകുട്ടികളും ഇതുപോലെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ അവരും പോകുന്നത് UK-യിലേക്ക്, അമേരിക്കയിലേക്ക്, യൂറോപ്പിലെവിടെയെങ്കിലും പോകും. പിന്നെ ചിലപ്പോൾ അവർ നല്ല കുട്ടികളാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകും, മാതാപിതാക്കളെ കൊണ്ടുപോകും. ഇല്ല എങ്കിൽ പരിപാടി തീർന്നു. ഇപ്പോൾ 1 കുട്ടിയും 2 കുട്ടിയൊക്കെ ഉള്ളവരാണല്ലോ കൂടുതലുള്ളവർ. അപ്പോൾ പരിപാടി തീർന്നു, നമ്മൾ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ചിലവിന് അയക്കുന്നുണ്ടാവും, നമുക്കതുകൊണ്ട് കഴിയാൻ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഫോൺ ചെയ്ത് അറിയിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ആൺകുട്ടികൾക്ക് വരുന്ന പെൺകുട്ടികളുടെ സ്വഭാവമൊന്നും പറയാൻ പറ്റില്ല. പല ടൈപ്പാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മുൻകരുതൽ വേണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യയും മക്കളും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത്. അപ്പോൾ സമ്പാദ്യത്തില്ലാത്തൊരു ചെറിയൊരു വിഹിതം നമ്മൾ മാറ്റിയിട്ടേക്കുക. അത് ആരും അറിയരുത്. അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് അതിൻ്റെ സീക്രട്ട് പറഞ്ഞിരിക്കുക. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ മക്കൾക്കുള്ളതാണെന്ന്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെയൊക്കെ നമുക്ക് വരികയാണെങ്കിൽ നമ്മുടെ ചിലവിന് പ്രായമായി കഴിയുമ്പോൾ രോഗങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കഴിയാനായിട്ട് ഒരു ചിലവിന് നമുക്ക് ഒരു പൈസ മാറ്റി വെക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ പിന്നെ സ്ഥലം അതുപോലെ മുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു പീസ് അവിടെ മാറ്റിയിട്ടിട്ട് അതിൻ്റെ ആധാരം ലോക്കറിൽ വെക്കുന്നത് നല്ലതാണ്. ആരുടെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ സൂചിപ്പിച്ച് വെക്കുക. കാരണം ഇനിയുള്ള കാലം അങ്ങനത്തെ രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അത് മനസ്സിലാക്കുക. ശരി, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.